അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 കുറച്ച് POV ഷോട്ട്സ് ആൻഡ് റണ്ണിങ് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് വണ്ടിയാണ്. 2026 പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന വെറും 2000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ ഒരു ഇന്റർസെപ്റ്റർ 650യിലെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേയധികം ആൾക്കാരുടെ ഇന്റർ 650 എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഇന്റർ 650 എന്ന് കണ്ടിട്ട് ഇത് ഇന്റർസെപ്റ്ററിന്റെ പുതിയ മോഡലാണോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഒരു സാധനമല്ല. ഇന്റർസെപ്റ്റർ 650 ഇന്റർ 650 എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിരിക്കുന്നത് പാരലൽ ട്വിൻ സിലിണ്ടർ വരുന്ന ആ ഒരു 650cc എഞ്ചിനാണ് വരുന്നത്. 650cc എന്ന് പറയുമ്പോൾ 648cc, അതുപോലെ തന്നെ 47 bhp ആണ് ഈ ഒരു സാധനം പുറത്തോട്ട് വിടുന്നത് കേട്ടോ. 170+ വരെ കമ്പനി ഇത് അടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും 24 മൈലേജ് ഒക്കെ ഉള്ളൂ. അപ്പോൾ മൈലേജ് ഒന്നും നോക്കിയിട്ടൊന്നും ഇത് ആരും എടുക്കാൻ നിൽക്കേണ്ട. ആൻഡ് പുതിയതായിട്ടൊരു 650cc പോണ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരും. 213 കിലോയാണ് ഈ ഇരിക്കുന്ന സാധനത്തിന്റെ വെയിറ്റ് കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ നിന്നൊക്കെ ചരിയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് അങ്ങോട്ട് ചാടിക്കണം, അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടിക്കും, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ചാടിക്കും. നിങ്ങൾ വലിയ കിടിലോണെന്നും പറഞ്ഞിട്ട് പൊക്കാനെന്ന് നിൽക്കല് ഈ ഒരു ആംഗിളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചാടിക്കണം കേട്ടോ. ഇതിൽ ക്രാഷ് കാർഡൊന്നും വെച്ചിട്ടില്ല. വണ്ടി എടുത്ത ഉടനെ തന്നെ നിങ്ങളൊരു എഞ്ചിൻ കാർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആക്സസറീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തത് നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. 804 ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് പറഞ്ഞിട്ട്. 804 mm ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ആണോ എൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ ഞാൻ കെയർ ചെയ്യുന്നതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ 13.5 ലിറ്റർ ആണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. GT-യിലോട്ട് പോകുന്ന സമയത്ത് അത് വീണ്ടും 1 ലിറ്റർ കുറയും. ദെൻ സീറ്റ് ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയർനെസ്സും എല്ലാം GT-ക്കും ഇതിനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. 174 mm ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയർനെസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലടായി. ഹമ്പൊക്കെ നമുക്കൊരു അടി പിടിക്കും. നമ്മൾ കോർണർ ചെയ്യുമ്പം സൈലൻസർ പിടിക്കും, സ്റ്റാൻഡ് പിടിക്കും എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെയൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആ ഒരു എഞ്ചിൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. ദെൻ നമ്മുടെ വണ്ടിയുടെ ലുക്കിലോട്ട് പോവാം. ഇവിടെ നമുക്ക് നല്ല ടാങ്കിലൊക്കെ നല്ല കീട്ടിയിലെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഒരു ഗോൾഡ് കളറിൽ റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഗോൾഡ് ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാ ഇവിടെ റെഡ് വന്നിട്ടുണ്ട് കേട്ടോ. റെഡ് എനിക്ക് ഈ റെഡും കൂടെ ബ്ലാക്ക് ആക്കിയാൽ നല്ല രസമായിരിക്കും. ഈ ബ്ലാക്ക് തന്നെ ഇവിടെ സ്റ്റിക്കർ ഒരെണ്ണം ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇവിടെയൊക്കെ ഫുൾ പ്ലാറ്റഡ് ആണ് വരുന്നത്. ഇതിന്റെ ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് ആണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ഈ ഒരു സാധനമൊക്കെ നമുക്ക് ഈ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് എക്സോസ്റ്റ് ഒക്കെ നമുക്ക് പ്ലാറ്റഡ് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ആക്കാം. നല്ല പൈസയാണ് കേട്ടോ അതിൻ്റെ എക്സോസിൻ്റെ വിലയൊക്കെ. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. അതിന് എൻ്റെ സൂപ്പർ ബൈക്സിനൊന്നും ഇല്ലാത്ത പോലെ ഇതിന് ഇതൊന്നും വരാതെയൊന്നും ഇരിക്കുന്നില്ല. ഇത് സൂപ്പർ ബൈക്കായിട്ട് കൂട്ടേണ്ട 650cc ഒരു എന്താ ഹെവി ടൂറിംഗ് മെഷീനായിട്ട് നിങ്ങൾ കൂട്ടിയത് ഭയങ്കര കിടിലാണ് കേട്ടോ. ഇതിൽ യാത്ര പോകാനൊക്കെ നമ്മൾ പോണത് തന്നെ അറിയത്തില്ല, അമ്മാതിരി ഒരു സാധനമാണ്. പിന്നെ മിറേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോക്കാണ്. വണ്ടി ഫുള്ളി സ്റ്റോക്കാണ് കേട്ടോ. ഇതിൽ സ്റ്റോക്ക് അല്ലാതെ ആക്കിയ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഡ് ഗാർഡ് ഇവിടെ ഇതുവരെ മഡ് ഗാർഡ് വരും. അത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇളക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെളി അടിച്ച് ഇവിടം വരെ തെറിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നിങ്ങൾ മൈലേജ് ഒന്നും നോക്കിയിട്ടൊന്നും ഇത് എടുക്കാനൊന്നും നിൽക്കരുത്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണമെങ്കിൽ മൈലേജ് നോക്കേണ്ട ആവശ്യമില്ല. എക്സോവിൻ്റെ വണ്ടികളെ പറയും പോലെ പവർ പിറിഞ്ചിക്കിട്ട് പോകണം, പെട്രോൾ ഉറിഞ്ചിക്കിട്ട് തന്നെ പോവും എന്നൊക്കെ പറയും പോലെ ഒരു തമിഴിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ചെയ്ത സംഭവമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മഡ് ഗാർഡ് ഇതിന്റെ ക്ലാസിക്കിൽ ഞാൻ കയറ്റാൻ നോക്കിയതാണ് കേട്ടോ പണ്ട് ഈ മഡ് ഗാർഡ്. പിന്നെ ഹെഡ്ലൈറ്റ് പറഞ്ഞ പുതിയ ഇന്റർസെപ്റ്ററിൽ വൈറ്റ് LED ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അതായത് വൈറ്റ് ആണ് പറഞ്ഞത്. നമ്മൾ പഴയ മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഹാലോജൻ ബൾബാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്ലസ്റ്ററിലൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഫ്രണ്ടിൽ പറഞ്ഞത് സിയറ്റിന്റെ ടയറാണ് പറഞ്ഞത്. 100/90/18 ആണ് കേട്ടോ ടയർ വരുന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് പാരലൽ ട്വിൻ രണ്ടും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്ന കാണാം. ഹോൺ വന്നിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ലെജൻഡറി ഹോൺ കാര്യങ്ങളൊന്നും അതിന്റെ റൂട്ട്സിന്റെ സൗണ്ട് കാര്യങ്ങളൊന്നുമല്ല, നോർമലി ഉള്ള ഒരു സൗണ്ട് തന്നെയാണ്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇവിടെ ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടൊന്നും ചെയ്തേക്കാനല്ല, സ്റ്റിക്കറാണ് കേട്ടോ. അവർ ചിളക്കുക നിങ്ങൾക്ക് അവിടെയും കൂടെ ബ്ലാക്ക് ആയിട്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് ലാമ്പ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത്. ഇത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മറ്റേ ഹസാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, 4 ഇൻഡിക്കേറ്റർ, അത് നമുക്കിവിടെ സിംഗിൾ സെക്ഷൻ ഓൺ ആക്കാൻ പറ്റും. അതായത് ഒരേ പോലെ തന്നെ ഇങ്ങനെ മിന്നി നിൽക്കും. നമ്മൾ അതിൻ്റെ മൊഡ്യൂൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ബ്ലിങ്ക് ചെയ്യിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ റൈഡിങ് കംഫോർട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റൈഡിങ് കംഫോർട്ട് കാര്യങ്ങൾ തന്നെയാണ്. വണ്ടി പോണത് നമ്മൾ കൈ കൊടുത്ത് പോണത് പോലും അറിയില്ല, അത്ര സുഖമാണ് കേട്ടോ അതിൻ്റെ ആ റൈഡിങ് പോർഷൻ, റൈഡിങ് കംഫോർട്ട് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ഇരുന്ന് പോകുന്ന സമയത്ത് ഈ ഒരു ഇത്തിരി ഡിസ്കംഫോർട്ട് ഉണ്ട്. ലൈക്ക് കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നു, ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക്. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒരു അക്സസറി ഉണ്ട്, അതായത് സ്റ്റേ ഒരു സാധനം ചാരി ഇരിക്കാനുള്ള. അത് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിടിച്ച് നിന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഗാർഡ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗാർഡ് വരുന്നുണ്ട്.
ഇവിടെ അത്യാവശ്യം പ്ലേറ്റഡും അല്ല, വേറൊരു ടൈപ്പ് ഒരു കോപ്പർ ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നിട്ടുള്ള ഗാർഡാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ സാധനം. എൻ്റെ മച്ചി പട്ടി എന്നെ കടിക്കുക എന്തോ. ഇവിടെ നമുക്ക് ലോ ബീം ഹൈ ബീം വരുന്നുണ്ട്, ഇത് പാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പാസ് വരുന്നുണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞത്, ഇവിടെ ഹോണാണ് പറഞ്ഞത്. അടിച്ച് ഗ്യാപ്പിച്ച് തരാം. ജസ്റ്റ് നമ്മൾ ചാവി ഓൺ ആക്കുമ്പോൾ നമ്മുടെ ക്ലസ്റ്റർ ഇതാണ്. ഇതിനകത്ത് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലസ്റ്ററിലുള്ളത്. RPM കട്ട് ഓഫ് 7.5 ആണ്, 9 ആണ് ടോപ്പ് പോയിരിക്കുന്നത്. 200 വരെ നമുക്ക് സ്പീഡുണ്ട്. 170 ആണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. മാറിക്കളയാം ഉമ്മച്ചി, അവിടെ നിന്ന് ഇവിടെ നിന്നും വരണ. ടയറിൻ്റെ ഭാഗത്ത് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലടാ ഈ ഒരു സിയറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിയറ്റിൻ്റെ ടയറിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് അല്ല, കാരണം നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത് വെക്കണുണ്ട് കേട്ടോ. ആ ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റാണ് ഈ ഒരു ഫ്യൂവലിൻ്റെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫുൾ ടാങ്ക് കാണിക്കുകയാണ്, ഇതിപ്പം കുറച്ച് ഓടുമ്പോൾ ഇത് ഹാഫ് കാണിക്കും, വണ്ടി ചരിച്ച് വെക്കണമെങ്കിൽ ഫുള്ള് കാണിക്കും, അങ്ങോട്ട് വെക്കണമെങ്കിൽ ബ്ലിങ്ക് ചെയ്യും, അങ്ങനത്തെ കുറേ സ്വനാപ്പുകൾ ഉള്ളതാണ്. പിന്നെ നമ്മൾ ട്രിപ്പ് സ്വിച്ചൊക്കെ ഇവിടെയാണ് കേട്ടോ പറഞ്ഞത്. ട്രിപ്പ് A, ട്രിപ്പ് B, ഓഡോമീറ്ററിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ ഇവിടെയാണ് പറഞ്ഞാൽ അവന്മാർ ഈ ഒരു സാധനം ഒന്നും മാറ്റാതെ ഇത് മാത്രം മാറ്റിയാണ് ഇറക്കിയിരിക്കണം. ഹാസാർഡിൻ്റെ സ്വിച്ച് ഇതാണ് കേട്ടോ. ദെൻ നമുക്ക് ക്ലച്ച് പിടിച്ച്, സോറി ഞാൻ ഇവിടെ തപ്പണം, സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതാണ് വണ്ടിയിലെ ആ ഒരു ഐഡിലിംഗ് സൗണ്ട്. RPM 1.1 കയറി നിൽക്കുന്നത്. അതൊക്കെ നല്ല സാധനമാണ്. മിററൊന്നും വൈബ്രേഷൻ ഇല്ല, പക്കയാണ്. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇത് വരുന്നത്. 6 സ്പീഡാണ് റണ്ണിങ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ റോഡുകളിലൊക്കെ മര്യാദയ്ക്കാണ് ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഓട്ടിക്കേണ്ട രീതിക്ക് ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഗിയറിലൊക്കെ പോകാനേ പറ്റുള്ളൂ കേട്ടോ ഇവിടുത്തെ റോഡുകളിൽ. അല്ലാതെ അടിച്ചു കയറ്റി നമുക്ക് 5ഒക്കെ ഇട്ട് പോവാം, പക്ഷേ എൻജിൻ നമ്മളെ ചീത്ത വിളിക്കും, എടാ മാറ്റടാ താഴോട്ടിടടാ എന്നൊക്കെ പറയും. ജസ്റ്റ് നമുക്ക് വണ്ടി ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ പക്കയാണ് കേട്ടോ. പക്കയെന്ന് പറഞ്ഞാൽ അന്യായ റൈഡിങ് പൊസിഷനാണ്. നമുക്ക് മെയിൻ റോട്ടിൽ കൊണ്ടുവച്ചിട്ടൊന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാമേ. ഇപ്പം മെയിൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒന്ന് എടുത്തു നോക്കാം. ഫസ്റ്റ് ഗിയർ, മൂന്നാമത്തെ ഗിയർ ആയപ്പോൾ തന്നെ അടുത്ത വളവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും ഓട്ടിക്കാനുള്ളൊരു സുഖമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ബാംഗ്ലൂർ മൈസൂർ റോഡ് ആ ഒരു റേഞ്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് തുരക്കായി സാധനത്തിൽ. പിന്നെ സ്റ്റോക്ക് സൗണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ആ പഴയ ആദ്യം ഇറങ്ങിയ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയെക്കാട്ടിൽ നല്ല സ്മൂത്ത് സൗണ്ടാണ്. മറ്റേ നമ്മൾ കൈ കൊടുത്തു പോയാൽ ഒരു തുരന്ന സൗണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഇതിന് വരുന്നത്. ചിലപ്പോൾ നോയ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ക്യാമറ ഞാൻ ഇന്നലെ മേടിച്ചേ ഉള്ളൂ, ഒരു സാധനവും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മൈക്കിൻ്റെ ഫ്യൂരി ഷീൽഡൊക്കെ എവിടെ പോയി കിടക്കണം എന്ന് പോലും അറിഞ്ഞുകൂടാ. സിംഹം, കാട്ടിൽ സിംഹം ഇറങ്ങി, സിംഹരാജൻ കണ്ടാ, ഗ്ലാസ് കണ്ട, വൈബ്രേഷൻ തന്നെ സാധനമില്ല. ഇതാണ് ഈ വണ്ടിയുടെ ആ ഒരു എന്താ. പിന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവിനൊന്നും നമുക്ക് വലിയ ഹീറ്റ് ഫീൽ ചെയ്യില്ല കേട്ടോ, കാരണം ഈ എൻജിൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇരിക്കണതുകൊണ്ട് നമുക്ക് എയർ കൂളും കൂടെ കിട്ടും, കാറ്റടിച്ചും കൂടെ എൻജിൻ തണുക്കും. ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു ചൂട് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. അതേസമയത്ത് ഈ കാറ്റിനകത്തൊക്കെ ഓട്ടിക്കുമ്പോഴും ഈ രാത്രിയൊക്കെ സിറ്റിയിലൊക്കെ പോണ സമയത്തൊക്കെ നമ്മൾ ഷോർട്ട് ഷട്ട് പോയാലും നമ്മൾ കൊണ്ട് നിർത്തണം, ഐഡിലിങ്ങിൽ നിർത്തണ സമയത്ത് മാത്രമേ, ഈ കാറ്റ് എൻജിനിൽ തട്ടാതിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നല്ല പഴുക്കമുള്ളൂ നമ്മുടെ കാല്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലെവലിലുള്ള ഹീറ്റ് എൻ്റെ കാലിൽ ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് എന്ന് വലിയ ഹീറ്റ് അടി പറഞ്ഞില്ല, കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ കയറി ഇരുന്നാലേ നമുക്ക് ആ ഒരു ഹീറ്റൊക്കെ അടിക്കും. ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇരുന്ന് വേണം ഇതൊക്കെ ഓട്ടിക്കാനുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എന്താ ബാക്കിലിരിക്കുന്ന ആൾ നമ്മൾ കൈ കൊടുക്കുമ്പം പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൈവ് ചെയ്ത് ബാക്കിൽ പോകും, മനസ്സിലായ? അപ്പോൾ നല്ലൊരു ഡൈവർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലിരുന്നാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ചാരണ സാധനം വാങ്ങിച്ചു വയ്ക്കാം. പക്ഷേ ചാരണ സാധനം വാങ്ങിച്ചു വെച്ചാൽ ഒരു ഗുമ്മ് കാണത്തില്ല കാണാനായിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു സമ്പ്രദായം എല്ലാം. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ലോങ്ങൊക്കെ പോകാൻ ഈ സാധനം കയ്യിൽ കിട്ടിയാൽ നമുക്ക് 3000 അല്ല 5000 കിലോമീറ്ററോളം ചുമ്മാ ഓട്ടിക്കാം. ഒരു ദിവസം കൊണ്ടല്ല, നമുക്ക് വലിയ ക്ഷീണം ഇല്ലാതെ ഓട്ടിക്കാം. ഞാൻ ക്ലാസിക് 350, എൻ്റെ 350 കൊണ്ട് 24 hours 800 കിലോമീറ്റർ ഞാൻ പോയിട്ടുണ്ട്. 24 hours അത് റെസ്റ്റ് എടുത്ത് ഓട്ടിച്ച് അങ്ങനെ ഇങ്ങനെ ആ ഒരു 350cc യാണ് ഞാൻ 800 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ
ഹൈവേ ഒക്കെ പോകുമ്പോൾ നമ്മൾ മടുത്തു കൂടെ, കാരണം വണ്ടിക്കൊരു ടോപ്പുണ്ട്. നമുക്ക് അതിന് മുകളിൽ നമ്മൾ ഒരിക്കലും കയറാൻ പാടില്ല. ഈ ക്ലാസിക്കൊക്കെ എന്ന് പറയുമ്പം ഒരു 80ക്ക് മുകളിലൊക്കെ പോയാൽ നമുക്ക് നല്ല വൈബ്രേഷൻ അടിക്കും. അപ്പം നല്ല റോഡും ഉണ്ട്, നമുക്ക് 150 പോകുന്ന റോഡും ഉണ്ട്, വണ്ടി 110 എന്തായാലും കയറുകയും ചെയ്യും. പക്ഷെ നമുക്ക് 80 പോകാൻ പറ്റും. പക്ഷേ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ അന്തമാതിരി റോഡൊക്കെ പോകണമെങ്കിൽ 140 സുഖമായിട്ട് ക്രൂസ് ചെയ്യാം. 170 എന്നൊക്കെ പറയണമെങ്കിലും അങ്ങനെയൊന്നും ആരും പോകാൻ പാടില്ല, ലിമിറ്റ് നോക്കി തന്നെ പോകണം. മനസ്സിലായില്ലേ? അപ്പം 2026 ആരെങ്കിലും ഈ ഒരു ഇന്റർസെപ്റ്റർ 650 എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് റേഞ്ച്, അതായത് ഒരു 650cc വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CBR 650 അങ്ങനെ 650cc ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അത്രയും പൈസ മുടക്കണം. ഈ വണ്ടിയിലെ 2 വണ്ടി വാങ്ങിക്കാനുള്ള പൈസ നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്ക് അന്തമാതിരിയുള്ള ഒരു സൂപ്പർ ബൈക്ക് കിട്ടുള്ളൂ. എന്നാൽ ഈ സാധനം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പറാണ്. വിലയിൽ ഒരു 650cc ഒരു ചീപ്പറാണ്. പക്ഷേ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വേറെ എന്താ കുറേ ഇലക്ട്രോണിക് പരമായിട്ട് ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയും പൈസ കൊടുത്ത് അത് എടുക്കണമെന്ന് വെച്ചാൽ വേണ്ട. പിന്നെ ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു 650cc ഇത്തിരി പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം വേണം, നിങ്ങളൊരു ടൂറിങ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുഖമായിട്ട് എടുക്കാം, ഒരു പ്രശ്നവും. അല്ലാതെ നിങ്ങൾ സിറ്റി റൈഡ്, ഓഫീസ് ടു വീട് അങ്ങനെയൊക്കെ പോകണം, എന്നാൽ എൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് മാസം 10-80,000 ശമ്പളമുണ്ട്, എന്നാൽ എനിക്ക് നല്ലൊരു ബൈക്ക് വാങ്ങിച്ചു വെച്ചൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കരുത്. ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ടൂറിങ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ നോർമൽ യൂസിന് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റേതായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം പരിപാടിയൊന്നും ഇതിനില്ല. നിങ്ങളുടെ ലോങ് ടൈം യൂസിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ആദ്യത്തെ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ലൈക്ക് എന്താ ഭയങ്കര അഡ്രിനാലിൻ റഷൊക്കെ തരും. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകണമെന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ ലോങ് ടൈം യൂസിനൊക്കെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതൊക്കെ പോകണമെങ്കിൽ. കർവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ഗ്രൗണ്ട് ക്ലിയർനെസ് അത്യാവശ്യമുണ്ട്, ഹമ്പൊന്നും പിടിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്, വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ, അതായത് ഫസ്റ്റ് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ഇറങ്ങിയ വണ്ടികളിലും ഫോൾസ് ന്യൂട്രൽ അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഫോൾസ് ന്യൂട്രൽ നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും കേട്ടോ. നമ്മളിപ്പോൾ ഒരു 80ന് മുകളിലൊക്കെ പോയതിനു ശേഷമാണ് ഈ ഒരു ഫോൾസ് ന്യൂട്രൽ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലച്ച് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതായത് പറഞ്ഞ സ്പീഡിനേക്കാളും സ്പീഡ് ജസ്റ്റ് ഒന്ന് കയറും. മനസ്സിലായ ആ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പാനിക്കായി പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ പട്ടക്കനൊരു സൗണ്ട് ആക്കും, നമ്മൾ പാനിക് ആവണമെങ്കിൽ പോയി കയ്യിൽ നിന്ന്. മനസ്സിലായ? അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബൈക്കുകളിലൊക്കെ നമ്മൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കൂലേ. ഇപ്പോൾ നോർമൽ ബൈക്കിലാണെങ്കിൽ ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ബൈക്കിലാണെങ്കിൽ, റോയൽ എൻഫീൽഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. മനസ്സിലായ? അതുപോലെ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ നിന്നാൽ നടക്കത്തില്ല, ഇത്തിരി ഹാർഡായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ആ ഒരു പ്രോപ്പർ ടൈമിൽ ഹാർഡായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ഒരു വലിച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. അത് പതുക്കെ പൂ പോലെ ഇടാൻ നിന്നാൽ നമുക്ക് ആ ഒരു ഫോൾസ് ന്യൂട്രൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോൾസ് ന്യൂട്രൽ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ റൈഡിങ് പോസ്റ്റർ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് തോള് വേദന, ബോഡി പെയിന്, അങ്ങനത്തെ പരിപാടി ഇല്ല, നടുവേദന അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കേസ്, എനിക്ക് ഏത് വണ്ടി ഓടിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അത്രയും ഇഷ്ടമാണ്. ഒരു ബൈക്കും കൊണ്ട് ഏത് ബൈക്കാണെങ്കിലും എവിടെ വേണം പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും. ആ ഒരു മൈൻഡുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാത്തത്. നമുക്ക് മടുപ്പ് തോന്നിയാൽ മടുപ്പ് തോന്നും, അല്ലാതെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വലിയ നിതംബങ്ങളുള്ള ആൾക്കാരൊക്കെ പുറകിലിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടാണ് കേട്ടോ. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ബാക്കിയിരിക്കണതിൽ ഉണ്ടായ ഡിസ്കംഫോർട്ട്, നമ്മൾ കൈ കൊടുക്കണം സമയത്ത്, ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ കൈ കൊടുക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ആഞ്ഞു പോകും. പെട്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ നമ്മൾ കൈ കൊടുക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ഇങ്ങനെ ഫ്രണ്ടിരിക്കുന്ന പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങ് ഇരുന്ന് വയ്ക്കാളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇന്റർസെപ്റ്റർ 650യെ പറ്റി പറയാനുള്ളത്. ഇപ്പം നമുക്ക് വേറെ ഒന്നും പറഞ്ഞു തരാനില്ല. ക്വിക്ക് ഷിഫ്റ്റർ അങ്ങനത്തെ സാധനങ്ങളില്ല, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഉള്ളത് പുതിയതായി ഇതാണ് ഹസാർഡ്. എനിക്ക് മുട്ടാറ എന്ന് കാണിക്കും, അത്ര തന്നെ, വേറൊരു സാധനവും ഇല്ല.
പാസൊക്കെ ഇവിടെയാണ് പറഞ്ഞത്. വൈറ്റ് ലൈറ്റ് മറ്റേ ഹാലോജനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ വൈറ്റ് അത്യാവശ്യം വെട്ടമുണ്ട്, രാത്രി ഓട്ടിക്കുമ്പോൾ അത്യാവശ്യം വെട്ടമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ 2 ഫോഗ് ലാമ്പ് നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഉപയോഗം വരും. കാരണം ഒരു ടൂറിംഗ് മെഷീൻ ആണല്ലോ. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഇത്രയൊക്കെ ഈ സൈസ് പറഞ്ഞ ഫോഗ് ലാമ്പ് ഉണ്ട്, ഒരു 100 വാട്ട് വരുന്ന ഫോഗ് ലാമ്പൊക്കെ വരും. സൂപ്പർ സാധനമാണ് കേട്ടോ, പവർ സാധനം. അത് ഗ്രൗണ്ടിലോട്ടൊന്ന് അടിച്ചു വെച്ചിരുന്ന യെല്ലോയും വൈറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ, പറഞ്ഞുതരാം. വേറെ പറഞ്ഞുതരാമെന്നില്ല, ഇത്ര വർഷങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടി 2026 നിർത്തിയെന്നൊക്കെ കുറേ റൂമേഴ്സ് ഉണ്ട്. പക്ഷെ നിർത്തിയിട്ടൊന്നുമില്ല, ഇപ്പോഴും വണ്ടി ഉണ്ട്. ഇത് രജിസ്റ്റേർഡ് വണ്ടിയാണ്, 2000 ആയിട്ടുണ്ട്, നമ്പർ ഉടനെ ആവും. അപ്പോൾ എടുക്കാന്നുള്ളവർക്കൊക്കെ എടുക്കാടായി വണ്ടി. ഏത് വണ്ടി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതിന് കാറാവട്ടെ ബൈക്കാവട്ടെ ഏതോ ആവട്ടെ, നിങ്ങൾ പോവുക, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന് പറയുക. അവർ പറയുകയാണ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റൂല, ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ അല്ല സാർ, നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോ എന്നവർ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടടായി വണ്ടി, ഇവിടെ നിങ്ങൾ മാത്രമല്ലല്ലോ ഷോറൂം എന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ ചുമ്മാ പറഞ്ഞു ഉറപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോവുക. അടുത്ത ഷോറൂം, ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് തരുന്നോ, നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നോ അവിടെ നിന്ന് വണ്ടി എടുക്കുക. കാരണം ഇതൊക്കെ കഴിഞ്ഞ് സർവീസിനൊക്കെ നിങ്ങളാണ് കൊണ്ടുപോകാനുള്ളത്. ഷോറൂമിൽ പോയി ഹായ് എന്ന് പറയും പോലെ അല്ല സർവീസിന് പോകുമ്പോൾ അവർ ബായ് എന്ന് പറയണത്. അപ്പം നോക്കിയും കണ്ടിട്ടൊക്കെ നല്ല ഏത് ഷോറൂമാണോ നിങ്ങൾക്ക് നല്ല സർവീസ് തരുന്നത് ആ ഒരു ഷോറൂമിനെ എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വേറെ വലിയ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇതിനെ പറ്റിയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മളെ കയ്യിൽ കിട്ടി നമ്മൾ കുറച്ച് ദിവസം ഓട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സാധനം പെടയാണ് കേട്ടോ. അതിലിനെയും എക്സോസ്റ്റൊക്കെ കയറ്റി കൊണ്ട് വരുമ്പം പെടയ്ക്കും. അപ്പം അതിൻ്റെ റോ സൗണ്ടൊക്കെ നമുക്ക് എടുത്ത് ക്യാപ്പിച്ച് തരാം കേട്ടോ. കോർണർ ചെയ്യാനൊക്കെ പക്ക. നല്ലൊരു കോർണറാണേ. ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോയി അടിപൊളിയാണ്. നമ്മൾ ഈ കോർണർ റേറ്റ് കൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് കളയില്ല കേട്ടോ. അങ്ങനെ ഒരു വാരൊക്കെ മാറി അവിടെ നിൽക്കും, എടുത്ത് അടിക്കൂല. ആ ടയറിന്റെ ആ ഒരു പിടുത്തം പിടിക്കണേന്. ഭയങ്കര ഫണ്ണാണ്ട് ഇത് ഓട്ടിച്ചോടക്കാൻ. GT ആണെങ്കിൽ ഇതിനേക്കാളും കിടിലാണ്. പിന്നെ ഇതിന്റെ റൈഡിങ് പോസ്റ്റർ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അടിപൊളി. ഇവിടെയൊക്കെ RPM കട്ട് ചെയ്തൊന്നും നമുക്ക് ഓട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം RPM കട്ട് ചെയ്തിട്ട് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഡൗൺ ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനേക്കാളും RPM ആവണതിന് മുമ്പ് ഗിയർ അപ്പ് ചെയ്തിട്ട് ആ ഗിയറിലങ്ങ് പോയി ആ ഒരു വളവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റും നല്ല രീതിക്ക്. അപ്പം അതാണ് ഇതിൻ്റെ ആ ഒരു റൈഡിങ് പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് നല്ല വിറകടുപ്പിൽ കടികൾ കിട്ടുന്ന ഒരു ചായക്കടയുണ്ട്. സ്ഥിരം നമ്മൾ വിതിര പൊന്മുടിയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നാണ് കുടിക്കുന്നത്. അവിടെ ഒരു ചായയും കൂടെ കുടിച്ചോണ്ട് അങ്ങ് വീഡിയോ അങ്ങ് ഓഫ് ചെയ്യാം. എന്ത് പറയണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അത് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി സ്ഥിരം വീഡിയോസ് വരും, വണ്ടികളെയും ഫോണുകളെയൊക്കെ വീഡിയോസ് വരും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലകത്ത് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട നിങ്ങൾ നോക്കി നടക്കുന്ന വീഡിയോസൊക്കെ അതിനകത്ത് കാണും കേട്ടോ. ഏത് ഫോണിൻ്റെ ഏത് വണ്ടിയിലേക്ക് കാണും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യേ. ചായക്കട ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ചായക്കട. ചായക്കടക്കാരാ ചേട്ടൻ്റെ ചായയിൽ മധുരം വേണ്ട, മധുരമൊക്കെ കുറയ്ക്കണതാണ് നല്ലത്.